പണയമെടുത്ത വീട്ടിൽ നിന്നും ജപ്തിയെ തുടർന്ന് കുടിയിറക്കപ്പെട്ട് വൃദ്ധ ദമ്പതികളുടെ കുടുംബം. വീട് ജപ്തിയാണെന്ന് മറച്ചുവെച്ചാണ് വീട്ടുടമ പണയത്തിന് നൽകിയത്. എറണാകുളം വരാപ്പുഴ കൂനമ്മാവ് സ്വദേശി അയ്യപ്പനും ഭാര്യയും സഹോദരിയും അടങ്ങുന്ന കുടുംബമാണ് വഴിയാധാരമാകുന്നത്. മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടിയാണ് സഹകരണ ബാങ്കിൽ കൂനമ്മാവ് നെട്ടകശ്ശേരി വീട്ടിൽ അയ്യപ്പൻ സ്വന്തം വീടും പുരയിടവും പണയപ്പെടുത്തുന്നത്. പിന്നീട് അതേ ബാങ്കിൽ തന്നെ വസ്തു വിൽക്കുകയും കടബാധ്യത ഒഴിവാക്കിയതിനു ശേഷം ലഭിക്കുന്ന തുക കൊണ്ട് മറ്റൊരു വീട് പണയത്തിൽ വാങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ വീട് പണയത്തിന് നൽകിയ കൂനമ്മാവ് കണ്ണോത്ത് മാരാത്ത് വീട്ടിൽ കൃഷ്ണൻ ബാങ്ക് ജപ്തി ചെയ്യാനിരുന്ന വീടാണ് ഇവർക്ക് പണയത്തിന് നൽകിയത്. മരത്തൂർ മാരാര് വിജയൻ്റെ മകൻ കൃഷ്ണദാസ് എന്ന് പറയുന്നവൻ്റെ വീട്, ആ വീട് അവർ പകുതിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവന് ദേവസ്വം ബോർഡിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇപ്പം അത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വശപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. പ്രവേശിച്ചതിന് ശേഷമാണ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ബാങ്കിൽ നിന്ന് ടീം വരണം. ബാങ്ക് മാനേജരും അഡ്വക്കറ്റൊക്കെ കൂടി വന്നുകൊണ്ട് പറഞ്ഞ് ഇത് ജപ്തിയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാതെ നിർത്തിയില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങില്ല, ഞങ്ങൾ എങ്ങനെ എഗ്രിമെൻ്റ് വെച്ചേക്കണേന്ന്, ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. എഗ്രിമെൻ്റ് ആരായിട്ടാണെന്ന് ചോദിച്ചു. കൃഷ്ണദാസായിട്ടാണ്. കൃഷ്ണദാസ് അല്ല ഇതിൻ്റെ ഉടമ. കൃഷ്ണദാസ് 2015 ഇത് തൃപ്പൂണിത്തുറ റജിക്ക് കൈമാറ്റം ചെയ്ത് കൊടുത്തു. ഇത് ഇവിടുത്തെ അവൻ്റെ ചേട്ടനും അറിയാം, അമ്മക്കൊക്കെ അറിയാം. ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ നോട്ടീസ് ഒട്ടിച്ചിട്ടുള്ളതാണ്. ജപ്തി ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ തള്ള താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തെ അളവും കൂടി കൊടുത്താണ്. ഇതൊക്കെ അവർക്ക് അറിയാവുന്നതാണല്ലോ. DSPക്ക് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കൊടുത്ത പണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വസൂലാക്കി തരണമെന്നാണ്. കയ്യിലിരുന്നതും കടം വാങ്ങിയതുമായ പണം കൊണ്ട് പണയത്തിനെടുത്ത വീട് ബാങ്ക് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഇനി എന്തു വേണമെന്നറിയാത്ത അവസ്ഥയിലാണ് അയ്യപ്പനും ഭാര്യ ശോഭയും സഹോദരി ആനന്ദവും മകൾ രേഖയും. എൻ്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇപ്പോൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുന്നത്. ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആള് ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ വഞ്ചിച്ചേക്കണേണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മായിക്കും താമസിക്കാൻ ഒരു വീടില്ല. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ശരിക്കും പറഞ്ഞാൽ റോഡാണ് ശരണം. എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നും ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നീതി ഞങ്ങൾക്ക് ലഭിക്കണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. തുക തിരികെ ലഭിക്കുന്നതിലേക്കായി ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട പോലീസിനടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് അയ്യപ്പനും കുടുംബവും. അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി.